ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ, എൻ മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മൾ എക്സ്പോ നഗരിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഏറ്റവും അടിപൊളി എന്ന് പൊതുജനങ്ങൾ പറഞ്ഞ ഒരു പവലിയൻ സന്ദർശിക്കുകയാണ് ഉദ്ദേശം. ഇത്തവണ യാത്ര ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിലാണ്. കാരണം അതാണ് ഏറ്റവും സൗകര്യപ്രദം. എക്സ്പോ ടിക്കറ്റ് എടുത്ത ഏതൊരാൾക്കും എക്സ്പോ നഗരിയിലോട്ട് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടുമുള്ള യാത്ര തികച്ചും സൗജന്യമാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് എക്സ്പോ റൈഡർ എന്ന 293 ബസ്സിലാണ് എക്സ്പോ നഗരിയിലോട്ടുള്ള ഞങ്ങളുടെ യാത്ര. മൊബൈൽ ചാർജ് ചെയ്യാൻ USB സ്ലോട്ടും മറ്റുമൊക്കെയുള്ള ഒരു അടിപൊളി ബസ് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബസ്സിൽ കയറിയ ഉടനെ തന്നെ രണ്ടു മക്കളും ഉറക്കം തുടങ്ങിയിരിക്കുന്നു. ഇതാ രണ്ടാമത്തവൻ. ആ കാണുന്നതാണ് എൻ്റെ മൂത്ത പുത്രൻ. കയറിയ ഉടനെ 2 ബർഗറും വിഴുങ്ങിയിട്ട് ഉറക്കം തുടങ്ങിയതാണ്. ഇനി എപ്പോൾ എഴുന്നേക്കും എന്തോ. പുള്ളി നിങ്ങൾക്ക് അറിയാമായിരിക്കും, മലയാളത്തിലെ പ്രശസ്തമായ യൂട്യൂബറിൽ ഒരാളാണ് താനെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ദാ അങ്ങനെ നമ്മൾ എക്സ്പോ നഗരിയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു എയർപോർട്ട് എങ്ങനെയാണോ സെക്യൂരിറ്റി സംവിധാനം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവർ ഇവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാഗേജ് എല്ലാം നല്ലതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സ്പോ പാസ്പോർട്ട്. നമുക്ക് 20 രൂപ കൊടുക്കുമ്പോൾ എക്സ്പോ നഗരിയിൽ നിന്ന് ഇത് ലഭ്യമാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വിവിധ പവലിയനുകളിൽ നിന്ന് ഇവർ ഇതിൽ സീൽ ചെയ്തു തരും. നമുക്ക് ഇതൊരു മെമ്മറിയായി സൂക്ഷിക്കാം. ദാ ഈ കാണുന്നതാണ് എക്സ്പോയിലെ ഏറ്റവും മികച്ച പവലിയനുകളിൽ ഒന്ന്. സിംഗപ്പൂരിന്റെ പവലിയനാണിത്. ഈ മരുഭൂമിയെ, ഒരു സസ്യം പോലും കിളിർക്കുവാൻ സാധ്യതയില്ലാത്ത ഈ മരുഭൂമിയെ ഇത്രമേൽ സസ്യശ്യാമള കോമളമാക്കി തീർത്തിരിക്കുന്നു സിംഗപ്പൂർ ഈ എക്സ്പോ നഗരിയിൽ. നാട്ടില് ഒരു കാടിലൂടെ സഞ്ചരിക്കുന്ന അനുഭൂതിയാണ് നമുക്കിവിടെ പകർന്നു കിട്ടുന്നത്. കൃത്രിമമായ അരുവികൾ, വൃക്ഷങ്ങൾ, വാഴകൾ എല്ലാം കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ പവലിയൻ. ദാ ടെമ്പറേച്ചർ ചെക്കിങ്, എയർ പ്യൂരിഫയർ എല്ലാം കൊണ്ട് കൊറോണയെ പ്രതിരോധിക്കാനുള്ള എല്ലാ സെറ്റപ്പോടും കൂടി തന്നെയാണ് ഈ പവലിയൻ പ്രവർത്തിക്കുന്നത്. ഇതാ മാസങ്ങൾക്ക് മുമ്പ് വെറും മരുഭൂമിയായിരുന്ന ഇവിടെ ഇവർ തീർത്ത ഒരു കാട്ടരുവി. ഈ മല നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ വലിയ ഒരു മലയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ
അടുത്തെത്തുമ്പോഴാണ് ചെറിയ ചെറിയ ചെടികളിൽ വെച്ചു പിടിപ്പിച്ചതാണ് ഈ മല എന്ന് മനസ്സിലാകുന്നത്. ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ചയുടെ ഒരു നല്ല രൂപം നമുക്ക് പകർന്നു കിട്ടും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സിംഗപ്പൂരിൻ്റെ തലസ്ഥാനമായ സിംഗപ്പൂർ സിറ്റിയിൽ നിൽക്കുന്ന അതേ അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ പവലിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആകർഷകമായ ദൃശ്യം, ഏതോ അത്ഭുത ലോകത്ത് എത്തപ്പെടുന്ന അനുഭൂതി. ഗ്ലോബിലൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള വർണ്ണ സസ്യങ്ങളിങ്ങനെ അലങ്കാരികമായി നിൽക്കുന്ന ഒരു അനുഭൂതി. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ റോബോട്ട് മാസ്ക് ശരിയായി ധരിക്കാത്തവരെ മാസ്ക് ധരിപ്പിക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് എക്സ്പോ നഗരിയിലാകെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പിറകെ ഈ ചെറിയ റോബോട്ടും. ഇവൻ്റെ ജോലി എന്തെന്നോ എക്സ്പോ നഗരിയിലെത്തുന്ന കൊച്ചുകുട്ടികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. സിംഗപ്പൂർ പവലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ദയവായി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.